ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്കിനെതിരെയുള്ള കേസിൽ ഇഡിക്ക് കനത്ത തിരിച്ചടിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ന്യൂസ് ക്ലിക്ക് അനധികൃത വിദേശ ഫണ്ട് സ്വീകരിച്ചുവെന്ന ഇഡി കേസ് ഹൈക്കോടതി റദ്ദാക്കി. സ്ഥാപകനായ പ്രബീർ പുരകായസ്ഥയ്ക്കെതിരായ കേസും കോടതി ഇന്ന് റദ്ദാക്കി. ഇന്ത്യൻ നിയമത്തിന്റെ കടുത്ത ലംഘനമാണ് ഇഡി നടത്തിയതെന്നും കോടതി നിരീക്ഷിച്ചു. പ്രബീർ പുരകായസ്ഥയ്ക്കെതിരെ പകപോക്കലായിരുന്നു നടന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചു. 2020 ആരംഭിച്ച അന്വേഷണങ്ങൾക്കും റെയ്ഡുകൾക്കും ഒടുവിലാണ് ഇഡി കേസിൽ ഒന്നുമില്ലെന്ന് കണ്ടെത്തിയുള്ള ഹൈക്കോടതിയുടെ നിർണായക വിധി. മുതിർന്ന മാധ്യമപ്രവർത്തകനും ന്യൂസ് ക്ലിക്ക് സ്ഥാപകനുമായ പ്രബീർ പുരകായസ്ഥ ഇതേ കേസിൽ 7 മാസത്തോളം വിചാരണ തടവുകാരനായി ജയിലിൽ കിടന്നിരുന്നു. അറസ്റ്റിനെതിരെ സുപ്രീം കോടതി പോലും അന്ന് രൂക്ഷ വിമർശനമായിരുന്നു ഉയർത്തിയിരുന്നത്. സ്വതന്ത്ര മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്കിനെതിരെയുള്ള നടപടികൾ ഭരണകൂട ഏജൻസികളുടെ വേട്ടയാടൽ മാത്രമായിരുന്നു. കാണാം RDX റാപ്പ്. മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുരകായസ്ഥയ്ക്കെതിരായി ഇഡിയും ഡൽഹി പോലീസും ചുമത്തിയ കേസുകളാണ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയത്. കേസിൽ ഡൽഹി പോലീസിന്റെ FIRഉം ഇഡിയുടെ ECIRഉം ഹൈക്കോടതി റദ്ദാക്കി. കേസ് പരിഗണിക്കവേ ഇഡിക്കും ഡൽഹി പോലീസിനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഡൽഹി ഹൈക്കോടതി ഉന്നയിച്ചത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമപ്രവർത്തനത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് നടന്നതെന്നും ഇഡി അധികാര ദുർവിനിയോഗം നടത്തിയെന്നും ഹൈക്കോടതി വിമർശിച്ചു. കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന ഇഡിയുടെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും വിദേശ ഫണ്ട് സ്വീകരിച്ചതിൽ ന്യൂസ് ക്ലിക്കും എഡിറ്ററും ഒരു നിയമവും ലംഘിച്ചിട്ടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേസുമായി മുന്നോട്ടു പോകുന്നത് നിയമം ദുരുപയോഗം ചെയ്യലാണെന്നും ജസ്റ്റിസ് നീന ബൻസൽ കൃഷ്ണ പറഞ്ഞു. ഇതോടെ പ്രബീർ പുരകായസ്ഥയെ വർഷങ്ങളോളം തടവിലാക്കുകയും ന്യൂസ് ക്ലിക്കിലെ ജീവനക്കാരുടെ ജോലി ഇല്ലാതാക്കുകയും ചെയ്ത ഇഡി നടപടികൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനമാണ് ഉയരുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. വലിയൊരു നീതി നിഷേധത്തിനാണ് ഇന്ന് അറുതിയായിരിക്കുന്നത്. അത് മാത്രമാണ് ഇതിൽ പറയേണ്ടത്. തീർച്ചയായും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധ്യമ സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതായത് സർക്കാർ വിരുദ്ധമായ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചില തീരുമാനങ്ങളെ എതിർക്കുന്ന മാധ്യമങ്ങളെ ഇങ്ങനെ ഏറ്റവും കരിനിയമങ്ങൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ള സമീപനം സർക്കാർ സ്വീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് അതിൻ്റെ എല്ലാ നടപടികളും തെറ്റായിരുന്നു എന്ന് കോടതി അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ഈ കേസ് തള്ളിയിരിക്കുന്നത്. ഇതിൽ പ്രബീർ പുരകായസ്ഥയുടെ കാര്യം എടുത്താൽ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന സ്ഥാപനം ഒരു പ്രതിപക്ഷ സ്വഭാവത്തോടെ, ഒരു ഇടത് സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ സ്ഥാപനമാണ്. അപ്പോൾ അതുമാത്രമല്ല, അദ്ദേഹം വളരെ പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തകനാണ്. ഡൽഹിയിൽ വളരെ പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി ഓരോ ഘട്ടത്തിലെടുത്ത് പരിശോധിച്ചു. അടിയന്തരാവസ്ഥയുടെ കാലത്ത് 1.5 വർഷം ജയിലിൽ കിടന്ന മനുഷ്യനാണ്. അങ്ങനെ പ്രവർത്തിച്ചു വരുന്ന ഒരു മാധ്യമപ്രവർത്തകനെയാണ് ഈ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിടിച്ചകത്തിട്ടത്. കോടതി പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഇത് നിലനിൽക്കുന്ന ഒരു കേസേ അല്ല, അധികാര ദുർവിനിയോഗമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത്. ഈ ആരോപണങ്ങളിൽ ഒന്നും കഴമ്പില്ല എന്ന് സംശയലേശമന്യെയാണ് കോടതി തീരുമാനിച്ച് തള്ളിയിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹി പോലീസ്, അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഈ രണ്ട് കൂട്ടർക്കും ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡൽഹി പോലീസിന് അപാരമായ അധികാര പരിധിയാണുള്ളത്. രാജ്യത്ത് എവിടെ വേണമെങ്കിലും അവർക്ക് കയറി ഇടപെടാം, കേസിടാം എന്നൊക്കെ. UAP ചാർജ് ചെയ്തിട്ടാണ് ഈ കൈകാര്യം ചെയ്തിരിക്കുന്നത്. UAP ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അത് തീരണമെങ്കിൽ ഇനി വേറെ കേസ് നടത്തണം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അടുത്ത കേസ്. ഇത് രണ്ടും ജാമ്യം ലഭിക്കാൻ അസാധ്യമായ രണ്ട് ഏജൻസികളാണിത്. ഇവർക്ക് ആ രീതിയിൽ രാഷ്ട്രീയ ശത്രുക്കളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ രീതിയിലാണ് ഇദ്ദേഹത്തെ പിടിച്ച് അകത്തിടുന്നത്. എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നെങ്കിലും പറയൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കോടതിയിലെ ഒരു സമയത്തെ വാദം. അദ്ദേഹത്തിന് 7 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു ഈ തവണയും. മാത്രമല്ല, നമുക്ക് ഓർമ്മയുണ്ടോ, ഈ പത്തനംതിട്ടയിലൊക്കെയുള്ള ന്യൂസ് ക്ലിക്കിലെ ഒരു ജീവനക്കാരിയായിട്ടുള്ള യുവതിയുടെ വീട്ടിലടക്കം രാത്രി പാതിരായ്ക്ക് പരിശോധനയുമായി എത്തി. അതായത് ന്യൂസ് ക്ലിക്കിൽ ജോലി ചെയ്യുന്ന മുഴുവൻ പേരുടെയും വീടുകളിൽ ആ ദിവസം റെയ്ഡ് നടന്നു എന്നുള്ളതാണ്. അങ്ങനെ വ്യാപകമായി റെയ്ഡ് നടത്തി. അങ്ങനെ എല്ലാ ഡിവൈസുകളും പിടിച്ചെടുത്തു. ആ സംവിധാനം പ്രവർത്തിക്കാനാവാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുപോയി. 10-70 വയസ്സിന് മുകളിൽ പ്രായമുള്ളയാളാണ് ഈ പ്രബീർ പുരകായസ്ഥ. അദ്ദേഹത്തെ പിടിച്ച്
ജയിലിലാക്കുകയും ചെയ്തു. ഉണ്ടായ ആരോപണം എന്തൊക്കെയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ന്യൂയോർക്ക് ടൈംസിൽ വേറെ നേരത്തെ ഒരു ലേഖനം വന്നിരുന്നു. അതായത് ഈ നെവൽ റോയ് സിൻഗാം എന്ന് പറയുന്ന ഒരു എന്താണ് ശ്രീലങ്കൻ അമേരിക്കൻ പൗരൻ, അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് ചൈനയിലാണ്. അദ്ദേഹം ചൈനീസ് ചാരനാണ്. ചൈനയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫണ്ടെല്ലാം കൂടി, അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഈ സ്ഥാപനം സ്വീകരിച്ചിരിക്കുന്നു. അത് തെറ്റായ വഴിയിലൂടെയാണ്. അങ്ങനെ ഫണ്ട് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്തു? കർഷക സമരത്തിനെതിരായിട്ടുള്ള വാർത്തകൾ കൊടുത്തു. എന്ത് കർഷക സമരത്തിനെതിരെ വാർത്ത കൊടുക്കാത്ത മാധ്യമ സ്ഥാപനങ്ങൾ, പ്രതിപക്ഷ സ്വഭാവമുള്ള സ്ഥാപനങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കർഷക സമരത്തിന് അനുകൂലമായി വാർത്ത കൊടുത്തു. അത് കർഷക നിയമങ്ങൾക്കെതിരെ വാർത്ത കൊടുത്തു എന്നുള്ളതാണ് രാജ്യദ്രോഹമായി കണക്കാക്കിയിട്ട് കൈകാര്യം ചെയ്തിരിക്കുകയാണ്. ആ മട്ടിലാണ് അത്തരം രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, അതിന് വിദേശ ഫണ്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത പുകിൽ മുഴുവൻ ഉണ്ടാക്കി ഇദ്ദേഹത്തെ ജയിലിലാക്കുകയാണ് ചെയ്തത്. അതായത് ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ 167 കണ്ട ഇപ്പോൾ ഇന്ത്യ കിടക്കുന്നത്. അതായത് 57. അതായത് ജനാധിപത്യ രാജ്യങ്ങളുടെ കണക്ക് അതിൽ തന്നെ പ്രത്യേകം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ അവസ്ഥ പരിതാപകരമാണ്. ഇതൊക്കെ ഏതോ വിദേശ ഏജൻസിയുടെ കണക്കാണെന്നൊക്കെ പറയുമെങ്കിലും യാഥാർത്ഥ്യം ഇതുപോലെ പല്ലിടിച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്, പ്രബീർ പുർക്കായസ്തയെ പോലെ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇതൊരു സൂചനയായി നമ്മൾ കാണണം. ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയൊക്കെ ഒരു ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണം എന്ന് ഇടതുഭാഷ്യത്തിൽ തന്നെ പറഞ്ഞ് പ്രതിരോധിക്കാവുന്ന സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിലാണ് അവർ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ആളുകൾ തിരിച്ചറിയും എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ഇങ്ങനെയല്ല. ഇതിനെയൊന്നും ഇത്തരം മാധ്യമങ്ങളെ, അതും വളരെ ദുർബലാവസ്ഥയിലാണ് ഇവിടുത്തെ പ്രതിപക്ഷ സ്വഭാവത്തോടെയുള്ള മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു സർക്കാരിന് എപ്പോഴും വല്ലാതെ എല്ലാത്തിലും, എല്ലാ അക്രമങ്ങളിലും പിന്തുണയ്ക്കുന്ന, എല്ലാ തെറ്റായ തീരുമാനങ്ങളിലും പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്കാണ് ഇവിടെ വലിയ ഭൂരിപക്ഷമുള്ളത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതിരോധ സ്വഭാവത്തോടെ നിൽക്കുന്ന ചില മാധ്യമങ്ങളെങ്കിലും ഉണ്ടാകുന്നത്. അവരെയാണ് ഈ രീതി കൈകാര്യം ചെയ്യുന്നത്. ഇതിനകത്ത് രസം എന്ന് വെച്ചാൽ ന്യൂയോർക്ക് ടൈംസ് ഈ അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ നിരന്തരം കൊടുക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. ഈ ന്യൂയോർക്ക് ടൈംസ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് തന്നെ അമേരിക്കയിൽ പോലും നിലനിൽക്കില്ല. അമേരിക്കയിൽ എങ്ങനെയാണ് ഒരു ചൈനീസ് ചാരനെ ഇങ്ങനെ അനുവദിക്കുമോ? അങ്ങനെയാണല്ലോ ആദ്യം നടപടിയെടുക്കേണ്ടത് ഈ നെവിൽ റോയ് സിൻഗാമിനെതിരെയല്ലേ. അടിസ്ഥാനപരമായി ഇത് കുറേ കാലമായി ഇത് സൂക്ഷ്മമായി കുറേ നിരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ സമയപരിധി കൊണ്ട് പെട്ടെന്നങ്ങ് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട്. അതായത് ഓർഗനൈസറിലും പാഞ്ചജന്യത്തിലും അവിടെ ഇവിടെയൊക്കെ ഇതിനൊക്കെ മുമ്പ് തന്നെ, ഈ നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ നെറ്റ് ഒരുങ്ങിയിരുന്നു ഇവരെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതെന്തോ വിദേശ ഫണ്ട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ ധാരാളം ലേഖനങ്ങൾ ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരുക്കിയ ഒരു കെണിയായിരുന്നു ഇത് എന്ന് കൂടുതൽ ഉറപ്പായിരിക്കുന്നു ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ വിധി വന്നതിലൂടെ. കർഷക സമരങ്ങളും തൊഴിലാളി സമരങ്ങളും പൗരത്വ പ്രക്ഷോഭങ്ങളുമെല്ലാം സ്ഥിരമായി കവർ ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനമായിരുന്നു ഡൽഹി കേന്ദ്രമായി പ്രവർത്തിച്ച ന്യൂസ് ക്ലിക്ക്. 2018 നാസിക് മുതൽ മുംബൈ വരെ നടന്ന കിസാൻ ലോങ് മാർച്ചും 2020-21 കാലത്ത് ഡൽഹിയിൽ 1 വർഷത്തോളം നീണ്ട കർഷക സമരവും ന്യൂസ് ക്ലിക്ക് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തു. ഇതോടെയാണ് ന്യൂസ് ക്ലിക്കിനെതിരെയും സ്ഥാപകൻ പ്രബീർ പുർക്കായസ്തയ്ക്കെതിരെയും കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ ആരംഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2020 മുതൽ ന്യൂസ് ക്ലിക്കിനെയും പ്രബീർ പുർക്കായസ്തയെയും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയായിരുന്നു. UAPA അടക്കം ചുമത്തി 7 മാസത്തിലേറെയാണ് 70 വയസ്സിലേറെ പ്രായമുള്ള പ്രബീർ പുർക്കായസ്ത ജയിലിൽ കിടന്നത്. ഒടുക്കം അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പോലും പറയുന്ന സ്ഥിതിയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി കേസുകളെല്ലാം തള്ളുകയും ചെയ്തു. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന സ്ഥാപനവും അവിടുത്തെ ജീവനക്കാരും ഇത്രയും വർഷങ്ങളായി അനുഭവിച്ച വേട്ടയാടലുകൾക്ക് ആര് മറുപടി പറയാനാകും എന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. കൂടാതെ പ്രബീർ പുർക്കായസ്ത എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അനുഭവിച്ച ജയിൽ ജീവിതമടക്കം എന്തിനു വേണ്ടിയായിരുന്നു എന്നും ചോദ്യങ്ങൾ ഉയരുന്നു. ആർഡിക്സ് പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്.